നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഈ വരികളൊന്നും അറിയത്തില്ല ആർക്കും. അറിയാവുന്ന ഇതിലിട്ടായിരുന്നു പാടത്തില്ലായിരുന്നു. ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെഡിങ്ങിന് 3 days മുമ്പുള്ള വീഡിയോ ആണ്. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് ടെൻഷനൊക്കെ ആയി സ്ട്രെസ്ഡ് ആയപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന്. അങ്ങനെ ഞാനും ഉണ്ണി കൂടലിൽ നിന്ന് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. എന്നിട്ട് കോന്നി വന്നിട്ട് ശരത്തിനെ എടുത്തുകൊണ്ട് നമ്മൾ കരിക്കൻ ഷേക്ക് കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ കാറി പാട്ടൊക്കെ ഇട്ടിട്ട് കൂടെ പാടിയൊക്കെ പോവാം. അപ്പോൾ ഇപ്പോഴും എനിക്കറിയത്തില്ല പാതാരവിന്ദങ്ങളാണ് ബിംബങ്ങളാണ്. ഞാൻ പാതാരവിന്ദങ്ങൾ പാടും, അവർ ബിംബങ്ങൾ പാടും. അങ്ങനെ നമ്മൾ അറിയാത്ത വരികൾ പാടി പോവാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അറിയാവുന്ന പാട്ടിരുന്നെങ്കിൽ മര്യാദയ്ക്ക് പാടായിരുന്നെന്ന്. എന്നിട്ട് നമ്മൾ കരിക്ക് കുടിക്കേണ്ട സ്ഥലത്തെത്തി, കരിക്ക് ഷേക്കിൻ്റെ സ്ഥലത്തെത്തി. പക്ഷേ വലിയ രസമില്ലായിരുന്നു അന്നത്. അവർ പറഞ്ഞു സാധാരണ ഇവിടെ നല്ലതായിരുന്നു കിട്ടുന്നത്, പക്ഷേ ഇപ്രാവശ്യം എന്തോ അത്ര രസമില്ലെന്ന്. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോന്നു. ഇത് പിന്നെ 2 days ബിഫോറാണ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് താപ്പറം ഒന്നും അടങ്ങുന്നില്ല ടെൻഷൻ കാരണം. എങ്കിലും ഞാൻ ഒരു വിധത്തിൽ കുത്തിക്കയറ്റി തിന്ന്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുക 2 days കൂടെ ഉള്ളൂ കല്യാണത്തിനെന്ന്. പിന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, നെയിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡിസൈനൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ഫിനിഷിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു ഇനി ഇളക്കാൻ അവിടെ ചെന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ പിറ്റേന്ന് തൊട്ട് ഇളകി തുടങ്ങി. എല്ലാം പറക്കിയെടുത്ത് വെച്ച് ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോയപ്പം ഒട്ടിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞമ്മയോട് ഇങ്ങനെ പറയാണ് എനിക്ക് വ്ളോഗ് ഉണ്ടെന്നൊക്കെ. എന്നിട്ട് ഹായ് ഒക്കെ തരാൻ പറയുമായിരുന്നു. എന്നിട്ട് കൊച്ചച്ഛൻ അമ്മൂമ്മയൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചച്ഛനെ കൊണ്ടുപോകും, അമ്മയെ കൊണ്ടുപോകും, അമ്മൂമ്മയെ കൊണ്ടുപോകൊക്കെ ഹായ് കാണിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് വന്നിട്ടുണ്ടായിരുന്നു, കലാകാരൻ. എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് അവനപ്പോൾ പുറത്തുണ്ടായിരുന്നു. പിന്നെ പന്തലിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചാരയൊക്കെ ഇട്ടിട്ട് മെഹന്തി ഇടുമ്പോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇതിന് ശിവൻ ഒന്നും പിന്നെ അങ്ങ് ഉറക്കമൊന്നും ഇല്ലാണ്ട് അവൻ നിലത്തത് ഇങ്ങനെ മടമട കിടക്കുമായിരുന്നു. പാവത്തിന് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നമ്മളുടെ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. എൻ്റെ രാഹുലിൻ്റെയും ഫസ്റ്റ് ലെറ്റർ A&R. പിന്നെ ഉണ്ണിക്കുട്ടൻ കറങ്ങിയും തിരിഞ്ഞും അവൻ്റെ സിനിമാറ്റോഗ്രാഫി കഴിവുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ശരത്തിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ എടുക്കുന്നൊക്കെ വരുന്നുണ്ടോടേന്ന്. അങ്ങനെ ഇത് ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. എനിക്ക് അത്ര ഒരു പിടുത്തമില്ലായിരുന്നു. ഇത്രയും ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങി രാത്രിയിലാണ് തീർന്നത്. ഇവനെ സമ്മതിക്കണം, അത്രയും നേരം ഇവനിരുന്ന്. ചിലരൊക്കെ ആണെങ്കിൽ ഫുൾ കൈ മെഹന്തി ഇടുമല്ലോ, ഞാൻ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര സമയം എടുക്കുമെന്നറിയോ. പിന്നെ നമ്മളിങ്ങനെ വീടിങ്ങനെ അലങ്കരിച്ചതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുകയാണോ മറ്റേ എനിക്ക് ആ വീഡിയോ ആ പാട്ട് ഓർമ്മ വന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പം. പക്ഷേ വീട് ഫുൾ അലങ്കോളമായിട്ട് കിടക്കുമായിരുന്നു. അറിയാലോ കല്യാണത്തലേന്ന് ആകുമ്പോഴത്തേക്കിന് അതിൻ്റേതായിട്ടുള്ള അലച്ചു വാടിയിട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞമ്മയോട് ഹായ് തരാൻ പറയുകയാണ്. കുഞ്ഞമ്മയൊക്കെ വിചാരിക്കുന്ന ആരോ വീഡിയോ കോൾ ചെയ്യുകയെന്ന. അമ്മയോട് ഹായ് തരാൻ പറയുമ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ ഞങ്ങളുടെ റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളെവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ ചൂട് സഹിക്കാൻ മേലാണ്ട് പുറത്തിറങ്ങിയിരുന്നായിരുന്നു. അവിടെ ആകുമ്പോൾ പന്തലുകാർ കൊണ്ടുവച്ച കൂളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ അവിടെ വൈബായിരുന്നു പാട്ടൊക്കെ ഇട്ട്. അപ്പോൾ അജയണ്ണൻ പിറ്റേന്ന് പാടാനുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അജയണ്ണൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ അത് കരോക്കെ ഇട്ട് അണ്ണൻ ജസ്റ്റ് ഒന്ന് പാടി നോക്കുമായിരുന്നു എങ്ങനെ ഉണ്ടെന്ന്. തുമ്പു കെട്ടിയിട്ട ചുരുമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം
സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ ബോഡി എടുക്കുന്നില്ല ബോഡി ഷോ ഇല്ല പോയി ഉടുപിടുക നിൻ തുമ്പു കെട്ടിയിട്ട ചുരുമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി താരുണ്യമേ നീ വന്നു. ധ്യാനിന്റെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേ നമ്മൾ പാട്ടിട്ട് തുള്ളാൻ തുടങ്ങി ഗൈസ്. ഇനിയിപ്പം കുറച്ചു നേരം നമ്മുടെ ഡാൻസ് കാണാം. മനസ്സുകളുടെ കുഴപ്പമില്ല, നാളെ ഒന്നും സമയമില്ല. I miss those days guys. ഇച്ചിരൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. നമുക്ക് ചേച്ചിയും അണ്ണനും അമ്മയും അച്ഛനും കുഞ്ഞമ്മയും ശരത്തും പിള്ളേരും ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ആ ദിവസം ആട്ടവും പാട്ടും കൂത്തൊക്കെ ആയിട്ട് തീർന്നു. ശരത്ത് നന്നായിട്ട് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഈ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറേ മെഹന്തിയൊക്കെ അങ്ങ് പോയി. പിന്നെ അവൻ ചീത്ത വിളിയായിരുന്നു. പിന്നെ ഈ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടുമോ എന്തോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.